2031 മുൻപായി ഗതാഗത വകുപ്പ് നടത്തേണ്ട വികസന ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട സംസ്ഥാനതല സെമിനാർ തിരുവല്ലയിൽ നടത്തി. ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വരും വർഷങ്ങളിൽ വിപ്ലവകരമായ പദ്ധതികളാണ് ഗതാഗത വകുപ്പ് ആസൂത്രണം ചെയ്യുന്നതെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. തിരുവല്ല ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച ഗതാഗത വകുപ്പിന്റെ വികസന ലക്ഷ്യങ്ങൾ സംസ്ഥാനതല സെമിനാറിൽ വിഷൻ 2031 അവതരണം നടത്തുകയായിരുന്നു മന്ത്രി. വരുന്ന ഡിസംബറിൽ 6 വരി ദേശീയപാത പൂർത്തിയാകും. ഗതാഗത രംഗത്ത് വൻ മാറ്റം ഉണ്ടാകും. 2031 ഗതാഗത വകുപ്പിൽ വൻ മാറ്റമുണ്ടാകും. പൊതുഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സുരക്ഷിത യാത്രയും ഉറപ്പാക്കും. ഡ്രൈവിംഗ് പരീക്ഷ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്കെല്ലാം ടാബ് നൽകും. പരീക്ഷ കഴിഞ്ഞ് വിജയികളാകുന്നവർക്ക് അപ്പോൾ തന്നെ ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകും. ഓഫീസിൽ ചെന്നുള്ള കാലതാമസം ഇതോടെ ഒഴിവാകും. സാമൂഹ്യ മാറ്റങ്ങൾ ഉൾക്കൊണ്ടാണ് വകുപ്പ് മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. 2031 ഗതാഗത രംഗം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ളൊരു വിഷൻ ആണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവിടെ ഉരുത്തിരിയുന്ന ആശയങ്ങളെ വരും നാളുകളിൽ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ ലോകത്ത് ഭരണം എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ്. ഒരു മന്ത്രിസഭ അധികാരത്തിലിരിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ തുടർന്നുകൊണ്ട് പോകുമ്പോഴാണ് അത് വലിയ വികസനത്തിലേക്കും വലിയ മാറ്റത്തിലേക്കും മുന്നോട്ട് പോകും. ഏതൊരു മന്ത്രിസഭയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഉദാഹരണം ഒന്നാം പിണറായി സർക്കാർ ചെയ്ത കാര്യങ്ങൾ, തുടർച്ചയായ ഒരു ഭരണം ഉണ്ടായപ്പോൾ അദ്ദേഹം തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് പല വികസന പ്രവർത്തനങ്ങളും തുടർന്നു പോയി. അങ്ങനെ തുടർന്നു പോയത് കൊണ്ടാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏതാണ്ട് 600 കിലോമീറ്ററിലധികം നീളമുള്ള 6 വരി പാത, നാഷണൽ ഹൈവേയുടെ 6 വരി പാത സമ്പൂർണമായി സ്ഥലം ഏറ്റെടുത്ത് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. 6 വരി പാതയുടെ നിർമ്മാണം നല്ലൊരു ശതമാനം 400-450 കിലോമീറ്റർ ദൂരം ഡിസംബർ ജനുവരി മാസത്തോടെ പൂർത്തിയാവും. എങ്ങനെ പോയാലും അടുത്ത വർഷം 2026 ഡിസംബർ ആവുമ്പോഴേക്കും ദേശീയപാത കാസർഗോഡ് മുതൽ മഞ്ചേശ്വരം മുതൽ ഇങ്ങ് പാറശാല വരെ തിരുവനന്തപുരം വരെ 6 വരി 7 വരി 8 വരിയായി പൂർത്തിയാവും. 2031 എത്തുമ്പോൾ നമ്മൾ എവിടെ എത്തണം? ഗതാഗത വകുപ്പിൽ പ്രധാനമായിട്ടുള്ള 2 കാര്യങ്ങൾ, ഒന്ന് പൊതുഗതാഗതവും മറ്റൊന്ന് ആളുകളെ പൊതുഗതാഗതത്തിന്റെ ഭാഗമായി എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുക എന്നുള്ള സുരക്ഷിതമായി. മറ്റൊന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റാണ്. ഗതാഗത വകുപ്പിൽ വണ്ടികളുടെ രജിസ്ട്രേഷനിൽ തുടങ്ങി ലൈസൻസിങ്, അതുപോലെ സുരക്ഷിതമായ യാത്ര. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സുരക്ഷിതമായ യാത്ര. ആ സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലൈസൻസിങ് സമ്പ്രദായം, ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒരു ഗുണനിലവാരം. 2031 പോകുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ ഉദാഹരണം പറയാം. 2031 അടുത്ത നടപടി എന്ന് പറയുന്നത് ഏതാണ്ട് 150 ടാബ് വാങ്ങണം. എല്ലാ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിലെയും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ കയ്യിൽ ഈ ലൈസൻസിങ് അതോറിറ്റിയാണ്, അവരുടെ കയ്യിലേക്ക് ഈ ടാബ് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു കുട്ടി ഡ്രൈവിങ്ങിൽ പാസ്സായി അല്ലെങ്കിൽ ഫെയിലായി. ഇപ്പോഴെന്താ ചെയ്യുന്നത്? ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഇതെല്ലാം കഴിഞ്ഞ് ഓഫീസിൽ പോയിട്ട് ഇദ്ദേഹം അവിടെ നിന്ന് കമ്പ്യൂട്ടറിൽ അടിച്ച് കയറ്റുമ്പോഴാണ് നമുക്ക് മെസ്സേജ് വരുന്നത്, നിങ്ങൾ പാസ്സായിരിക്കുന്നു എന്ന മെസ്സേജ് SMS വരും. ഇനി അങ്ങനെയല്ല, ആ സ്പോട്ടിൽ വെച്ച് തന്നെ പാസ്സായി എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ ഗ്രൗണ്ട് വിട്ട് നിങ്ങൾ പുറത്തു പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാകും. അതാണ് 2031 മുമ്പ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ മൂവ് ചെയ്യണം. നിർമ്മിത ബുദ്ധി അടക്കം ഉപയോഗിച്ച് KSRTCയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കും. നിർമ്മിത ബുദ്ധി സഹായത്താൽ KSRTC ഷെഡ്യൂൾ പരിഷ്കരിക്കും. പലപ്പോഴും ഒരേ സമയം തുടർച്ചയായി ബസ്സുകൾ ഒരേ റൂട്ടിൽ പോകുന്ന സാഹചര്യമുണ്ട്. നിർമ്മിത ബുദ്ധിയാൽ പുതിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇതിന് പരിഹാരമുണ്ടാകും. ഒരേ റൂട്ടിൽ കൃത്യമായ ഇടവേളയിൽ ബസ് സഞ്ചരിക്കുന്നതെന്ന് ഉറപ്പാക്കും. GPS സഹായത്താൽ ഗതാഗത കുരുക്ക് മുൻകൂട്ടി അറിഞ്ഞ് ഷെഡ്യൂൾ നിശ്ചയിക്കാനാകും. കൂട്ടായ പ്രവർത്തന ഫലമായാണ് KSRTC ലാഭത്തിലായത്. ഒരു ബസ്സിൽ നിന്ന് കിലോമീറ്ററിന് ശരാശരി 50 രൂപ ലഭിക്കുന്നു. കർണാടകയിലും തമിഴ്നാട്ടിലും യഥാക്രമം 38-36 രൂപയാണ്. KSRTC ഡ്രൈവിംഗ് സ്കൂളുകളും ലാഭകരമായി മുന്നേറുന്നു. കഴിഞ്ഞ 10 മാസത്തിനിടെ 2.5 കോടി രൂപയാണ് KSRTC ഡ്രൈവിംഗ് സ്കൂളുകളിലൂടെ ലാഭം നേടിയത്. കൂടുതൽ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കും.
6 വരി ദേശീയപാത പ്രവർത്തന സജ്ജമാക്കുന്നതോടെ ലൈൻ ട്രാഫിക് പഠിപ്പിച്ചുകൊണ്ടാകും ഡ്രൈവിംഗ് പരിശീലനം. റോഡ് അപകടങ്ങളുടെ എണ്ണം വർദ്ധിച്ചെങ്കിലും മരണനിരക്ക് കുറഞ്ഞതായി മന്ത്രി വ്യക്തമാക്കി. കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലാഭത്തിലാണ്, തമിഴ്നാട് ലാഭത്തിലാണ്. ഇവിടെ എല്ലാം നശിച്ചു. ഇവിടെ ഒരു കാര്യമുണ്ട്, അവിടെ പെൻഷൻ ഇല്ല. ഇവിടെ പെൻഷൻ കൊടുത്തിരുന്നു, ഇപ്പൊ സർക്കാരാണ് കൊടുക്കുന്നത്, എന്നാൽ പോലും പെൻഷൻ KSRTC കൊടുത്തിരുന്നു. ശമ്പളം ഇവിടെ ഉള്ളത്രയും അവിടെ ഇല്ല. നമ്മുടെ ജീവനക്കാർ ഡ്യൂട്ടി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഡ്യൂട്ടി അവർ ഇതിനേക്കാൾ കുറഞ്ഞ ശമ്പളത്തിൽ ചെയ്യാണ് ആന്ധ്രയിലും തമിഴ്നാട്ടിലും. എന്നിട്ടും അതും നഷ്ടമാണ്. റോഡ് അപകടങ്ങളിൽ മരിക്കുന്നവരുടെ സംഖ്യ കഴിഞ്ഞ വർഷത്തേക്കാൾ 278 എണ്ണം കുറഞ്ഞു. എറണാകുളം വൈറ്റിലയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ 1.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. മാറ്റങ്ങളെ എതിർക്കുന്നതല്ല സർക്കാർ നയം. കാലത്തിനനുസരിച്ച് ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ചാകും ഗതാഗത രംഗത്തെയും വികസനം. വകുപ്പിന്റെ കഴിഞ്ഞ 10 വർഷത്തെ നേട്ടങ്ങൾ സ്പെഷ്യൽ സെക്രട്ടറി PB നൂഹ് അവതരിപ്പിച്ചു. KSRTC അടക്കം ലാഭത്തിലായത് സ്പെഷ്യൽ സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. 2025 ഓഗസ്റ്റ് 8 KSRTCയുടെ ടിക്കറ്റ് വരുമാനം 10.1 കോടി രൂപയാണ്. സർവകാല റെക്കോർഡാണിത്. നിലവിൽ ഒരു ബസ്സിൽ നിന്നും പ്രതിദിനം ലഭിക്കുന്നത് 17,000 രൂപയാണ്. സാങ്കേതിക വിദ്യ കാര്യക്ഷമമായി നടപ്പിലാക്കി ചലോ ആപ്പ്, ട്രാവൽ കാർഡ്, വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ കൺസെഷൻ അവതരിപ്പിച്ചു. 2024 ഓഗസ്റ്റ് മുതൽ KSRTC ജീവനക്കാർക്ക് കൃത്യമായ ശമ്പളവും പെൻഷനും നൽകുന്നു. മോട്ടോർ വാഹന വകുപ്പും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. GPS അധിഷ്ഠിത വാഹന ട്രാക്കിംഗ്, വിദ്യാവാഹന ആപ്പ്, സിവിക് ഐ, ലീഡ്സ് ആപ്പ്, വിർച്വൽ PRO തുടങ്ങിയവയുടെ വകുപ്പ് ജനമനസ്സുകളിൽ ഇടം നേടിയതായും സ്പെഷ്യൽ സെക്രട്ടറി PB നൂഹ് ചൂണ്ടിക്കാട്ടി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം, ഗതാഗത കമ്മീഷണർ നാഗരാജു ചകിലം, ഗതാഗത വകുപ്പ് ഡയറക്ടർ ഷാജി V നായർ, കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ആനി ജൂല തോമസ്, തിരുവല്ല സബ് കളക്ടർ സുമിത് കുമാർ താക്കൂർ, KSRTC മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ PS പ്രമോദ് ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു.